കേരള സ്റ്റോറി പാർട്ട് 2 പുതിയ വെറുപ്പിൻ്റെ കഥയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് കേരളത്തെ മാത്രം ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വേട്ടയാടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെയാന്ന് മുസ്തഫ തോന്നിപ്പോയാ. നബിയെന്നും മലയില് പാടുന്ന മഹാദേവൻ പൊൻപല പാടുന്ന മുത്തപ്പലൊന്നും വെറുതെ ഇല്ല. നിങ്ങൾക്കുണ്ടാ വേറെയൊന്നുമല്ല. ഇങ്ങ് നിങ്ങളെ തോന്നിയാ ഞാൻ കർമ്മം കൊണ്ടും. കണ്ടില്ലേ, നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ് ഇത്. ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദിനം പ്രതി നമ്മൾ കണ്ടുവരുന്ന കാഴ്ചയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്നേഹത്തിന്റെ കഥകളാണ് കേരളീയർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ളത്. ചെറുപ്പം മുതലേ ഈ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ബോണ്ട്, ഒരു സ്പെഷ്യൽ ബോണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മതമില്ല, ജാതിയില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, സൗഹൃദം മാത്രമേ ഉള്ളൂ. ആ ഒരു ബോണ്ട് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വെറുപ്പുകളുടെ കഥകൾ ആവശ്യമില്ല. നമുക്ക് പറയാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും ഒരുപാട് സ്നേഹത്തിൻ്റെ കഥകളുണ്ട്. ആ സ്നേഹത്തിൻ്റെ കഥകളാണ് മലയാളികളെ മലയാളിയാക്കി മാറ്റിയത്. അപ്പോൾ ആ കഥകൾ നമുക്ക് മതി.